വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഡീൻ ഹുയ്സനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡീൻ ഹുയ്സൺ നിലവിൽ ആൻ്റണി ഇറോളൻ്റെ ബോൺമൗത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പാനിഷ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സെൻറ്റർ ബാക്കാണ്. ആൾക്ക് 19 വയസ്സാണ് പ്രായം. 1.94 മീറ്റേഴ്സാണ് ആളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ ഒരു ട്രാൻസ്ഫർ ന്യൂസ് കാര്യങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ലിവർപൂളിൻ്റെ ആണെങ്കിലും റയൽ മാഡ്രിഡിൻ്റെ ആണെങ്കിലും അതുപോലെ ചെൽസിൻ്റെ ഒക്കെ ആണെങ്കിലും ട്രാൻസ്ഫർ ഷോർട്ട് ലിസ്റ്റിലുള്ള ഒരു പ്ലെയറാണ് ഡീൻ ഹുയ്സൺ എന്ന് പറയുന്നത്. ഹുയ്സനെ സംബന്ധിച്ചിടത്തോളം ആൾ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എവിടെ ഒരു സെൻറ്റർ ബാക്കിന് പോയി കഴിഞ്ഞാലും എസ്പെഷ്യലി പോർച്ചുഗീസ് ലീഗിലേക്കൊക്കെ ഒരു നല്ല ക്വാളിറ്റി സെൻറ്റർ ബാക്കിന് പോകുന്ന സമയത്ത് 60, 70, 80 ഒക്കെ കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. കാരണം സെൻറ്റർ ബാക്കുകൾക്കുള്ള ഡിമാൻഡ് ഭയങ്കര ഹൈ ആണല്ലോ, എസ്പെഷ്യലി ബിഗ് ക്ലബ്സിലേക്ക് നോക്കുന്ന സമയത്ത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു സെൻറ്റർ ബാക്കിന് എന്തായാലും വേണം, ഒരു ടോപ്പ് സെൻറ്റർ ബാക്കിന് അവർക്ക് വേണം. എന്നാലാണ് അവർക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ അടുത്ത വർഷം മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. റയലിനെ സംബന്ധിച്ചിടത്തോളം നെസസറിയാണ്. പലാബ ആണെങ്കിലും മിലിറ്റാവോ ആണെങ്കിലും ഒന്നും എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് അല്ല. അപ്പം അവിടെ ഒരു ഹൈ ക്വാളിറ്റി അഡീഷൻ ആവശ്യമാണ്. അതേപോലെ ലിവർപൂളിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ കൊനാട്ടെ പോവുകയാണെങ്കിൽ അവർക്ക് വാൻഡൈക്ക് പോവുകയാണെങ്കിൽ അവർക്കൊരു കാര്യമായിട്ടുള്ള ഒരു അഡീഷൻ അവിടെ വേണം. ഇനി വാൻഡൈക്ക് നിൽക്കുകയാണെങ്കിലും അവർക്ക് നല്ലൊരു അഡീഷൻ അവിടെ വേണം. കാരണം കൊനാട്ടയ്ക്ക് ഇത്തിരി ഇഞ്ചുറി പ്രശ്നമൊക്കെ ഉള്ളതെന്ന് നമുക്കറിയാലോ. ഇനിയിപ്പോൾ അടുത്ത വിൻഡോ തുറന്നു കഴിഞ്ഞാൽ കൊനാട്ട പോവില്ല എന്നുള്ള കാര്യത്തിലും നമുക്ക് ഉറപ്പൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ക്ലബ്സ് കൊനാട്ടൻ്റെ പിന്നാലെ വല വിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിലും നെക്സ്റ്റ് സമ്മറിൽ നല്ലൊരു ഇമ്പാക്റ്റ് ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു പേരാണ് ഡീൻ ഹുയ്സൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ. അപ്പം ആൾക്ക് ഒരു നെതർലൻഡ്സ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പേര് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെൻമാർക്കുകാരനാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആൾക്കൊരു നെതർലൻഡ്സ് കണക്ഷൻ ഉണ്ട് ആൻഡ് ആൾ സ്പാനിഷ് സിറ്റിസൺ ആണ്. അപ്പോൾ ആൾ നെതർലൻഡ്സിന് വേണ്ടിയിട്ട് അണ്ടർ 17, അണ്ടർ 15, അണ്ടർ 19 ഒക്കെ കളിക്കുന്നുണ്ട്. പിന്നീടാണ് ആൾ സ്പെയിനിന് വേണ്ടി അണ്ടർ 21 കളിക്കുന്നതും പിന്നീട് സ്പെയിൻ്റെ നാഷണൽ ടീമിലേക്ക് എത്തുന്നതും. അപ്പോൾ ആളുടെ ഒരു യൂത്ത് ജേണിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾ മലാഗൻ്റെ ഒക്കെ യൂത്ത് സൈഡിലൂടെ വന്ന പ്ലെയറാണ്. പിന്നീട് അവിടുന്ന് യുവൻറ്റസിൻ്റെ യൂത്ത് സിസ്റ്റത്തിലേക്ക് അക്കാഡമിയിലേക്ക് എത്തുന്നുണ്ട്. അവിടെയൊക്കെ ആളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ, ഒരു ഗോൾ സ്കോറിങ് ഡിഫൻഡർ. അപ്പോൾ ആൾ അണ്ടർ 17 ഒക്കെ കളിക്കുന്ന സമയത്ത്, അണ്ടർ 19 കളിക്കുന്ന സമയത്ത് 14 മാച്ചിൽ നിന്ന് 6 ഗോൾ അടിച്ചിട്ടുണ്ട്. അണ്ടർ 17 കളിക്കുന്ന സമയത്ത് ഇതേപോലെ 7-8 ഗോളുകളൊക്കെ സീസണിൽ അടിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നീട് അവിടുന്ന് യുവൻറ്റസിൻ്റെ റിസർവ്സിലേക്ക് എത്തി. പിന്നീട് യുവൻറ്റസിൻ്റെ മെയിൻ ടീമിലേക്ക് എത്തുമ്പോൾ ആകെ 1-2 ചാൻസ് മാത്രമേ ആൾക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ആൾ അവിടുന്ന് റോമയിലേക്ക് പോകുന്നത്. റോമ ആൾക്കൊരു ബ്രേക്ക് ത്രൂ ആയി മാറി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. റോമയിൽ ആൾ നല്ല പെർഫോമൻസുകൾ പുറത്തെടുക്കുന്നുണ്ട്. റോമയിൽ ആളുടെ ഒരു നല്ല ഗോളൊക്കെ ഉണ്ട്, ഒരു സോളോ ഗോൾ എന്നൊക്കെ പറയാവുന്ന ഗോള്. അപ്പം ആ ഒരു ഗോള് കണ്ടാൽ നമുക്കറിയാം ആളുടെ ആ ഒരു ക്യാരി ചെയ്യാനുള്ള എബിലിറ്റിയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. ആൾ അടിപൊളിയായിട്ട് പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്ത് ക്യാരി ചെയ്ത് വന്നിട്ട് ഒരു ഷോട്ട് അടിക്കുന്നു, അത് ഗോളായി മാറുന്നു. അതൊരു ഗംഭീര ഗോളാണ്. ആ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഹുയ്സൻ്റെ ഗോള്. അപ്പം അതാണ് എസ് റോമ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. അവിടെ നിന്നാണ് ആൻ്റണി ഇറോളൻ്റെ ബോൺമൗത്ത് ഈ ചങ്ങാനെ കൊണ്ടുവരുന്നത്. ബോൺമൗത്തിന് നമുക്കറിയാം അവരൊരു ഡയറക്റ്റ് അറ്റാക്ക് കളിക്കുന്ന ഒരു ടീമാണ്. അതേസമയം അവരുടെ ബിൽഡപ്പ് എപ്പോഴും ആ ഡിഫൻസ് ടു മിഡ്ഫീൽഡ് എന്നുള്ള കണക്ഷൻ എപ്പോഴും അവർക്ക് പക്കയായിരിക്കണം. അവിടെ നിന്നാണ് അവർ പെട്ടെന്ന് കളിൻ്റെ ഒരു പേസ് കാര്യങ്ങളൊക്കെ തിരിക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള പ്ലെയറാണ് ഡീൻ ഹുയ്സൺ. അപ്പം ആളുടെ നമ്പേഴ്സൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് പ്ലെയറുടെ ക്വാളിറ്റിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ആളുടെ റിക്കവറീസ് നോക്കുകയാണെങ്കിൽ 12 റിക്കവറീസ് പെർ 90 മിനിറ്റ് നടത്തുന്ന ഒരു പ്ലെയറാണ്. അപ്പം ആൾക്ക് നല്ല റിക്കവറി പേസ് ഉണ്ട്. ഇപ്പം സ്പേഴ്സിനെതിരെയുള്ള മാച്ചിലൊക്കെ മൂപ്പര് നമ്മുടെ ചങ്ങായി ഉണ്ടല്ലോ, അനിമേ സെലിബ്രേഷൻ ഇടുന്ന സോളങ്കിക്കെതിരെയൊക്കെ ആൾ ഒരു റിക്കവറി നടത്തുന്നുണ്ട്. അതൊക്കെ ഗംഭീര റിക്കവറി ആയിരുന്നു. അപ്പം അതാണ് ആൾ നല്ല റിക്കവറി പേസുള്ള പ്ലെയറാണ്. ആ റിക്കവറി ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഫോൾ കൺസീഡ് ചെയ്യാതെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്ന പ്ലെയറാണ്. 19 വയസ്സുള്ള ഒരു പ്ലെയറാണെന്ന് ആലോചിക്കണം. സോ ഹീസ് ഗുഡ് അറ്റ് ദാറ്റ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയർ ഈ ടീമിൻ്റെ ഫൈനൽ തേർഡിൽ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റും ഭീകരമാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾ 2.24 ഷോട്ട് ക്രിയേറ്റിംഗ് ആക്ഷൻസ് പെർ 90 മിനിറ്റ്
ആൾ കൊണ്ടുവരുന്നുണ്ട്. സോ ആൾ ഫൈനൽ തേർഡിലേക്ക് ബോൾ എത്തിക്കാൻ മിടുക്കനാണ്. ഓപ്പണൻസിന് എവിടെയെങ്കിലും ഒരു ചാൻസ് തുറന്നു കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ആൾ അവിടെ കണ്ടെത്തിയിട്ട് പാസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് എന്താണ് 6.74 ലോങ് പാസ് പെർ 90 മിനിറ്റ് ആൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ആൾ ഗെയിംസ് ഒക്കെ കണ്ടു നോക്കിയാൽ നമുക്കറിയാം. ബോർണ്മൗത്തിന്റെ മാച്ചസ് നമ്മൾ കാണുന്ന മാച്ചസാണ്. അപ്പം ആള് അടിപൊളിയായിട്ടാണ് ഇപ്പം വിങ്സിലേക്ക് ബോൾ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കുക. അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ടുള്ള ബോളായിരിക്കും. അതുപോലെ തന്നെ ആളും കെർക്കസും ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പം അവിടുത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ബാക്ക് ഡുവോയിൽ അവിടെ ഹുയ്സൺ ഉണ്ട്, സാബർണി ഉണ്ട്. അതേപോലെ ലെഫ്റ്റിൽ കളിക്കുന്ന നമ്മുടെ കെർക്കസിന് ഈ ചങ്ങായി കൊടുക്കുന്ന ബോളുകളൊക്കെ ഉണ്ടല്ലോ, അടിപൊളി ബോളുകൾ. മാച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അവർ തമ്മിലുള്ള കെമിസ്ട്രി ശരിക്കും അടിപൊളിയാണ്. സോ ആള് ഒരു ലോങ് ബോൾ കൊടുക്കുന്നതിൽ അത്യാവശ്യം നല്ല രീതിക്ക് മികച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു സ്പാനിഷ് സെൻറ്റർ ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളതാണ് ആദ്യം വിചാരിക്കുക. പ്രോപ്പർ ബോൾ പ്ലേയിങ് ആണോ, ലോങ് പാസസ്, ബോൾ ഇങ്ങനെ ഒരു എലീറ്റ് ലെവൽ എന്താ പറയുക ബോൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്യും, അതൊക്കെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ അതൊക്കെ ആൾക്ക് ഈ ഒരു 19-ാം വയസ്സിൽ തന്നെ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രോഗ്രസീവ് പാസിൻ്റെ കാര്യം നോക്കുമ്പോൾ 84th പെർസെൻറ്റേജിലാണ് പ്രീമിയർ ലീഗ് ഡിഫൻഡർമാരുടെ ലിസ്റ്റിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ലോങ് പാസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ആൾ 93rd പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള വേറെ സംഭവം, ആൾക്ക് അത്യാവശ്യം നല്ല ഏരിയൽ സക്സസ് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൾ നല്ലൊരു ഏരിയൽ ത്രെറ്റാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ ആൾ 2 ഹെഡർ ഗോൾ കാര്യങ്ങളൊക്കെ നേടുന്നുണ്ട്. ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നേടുന്നത്, ഒന്ന് പിന്നെ സ്പേഴ്സിനെതിരെയാണ് തോന്നുന്നു നേടുന്നത്. അപ്പം രണ്ടും ഹെഡർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സോ ഏരിയയിൽ നല്ല രീതിക്ക് ത്രെറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ശരിക്കും ഡെയ്ൻ ഹുയ്സൺ എന്ന് പറയുന്നത്. ആൾ 4.82 ഏരിയൽ ഡ്യൂൽസ് പെർ 90 മിനിറ്റ് വിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഏരിയൽ ഡ്യൂൽസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ആള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്ലെയറാണ്. പിന്നെ ഞാൻ പലയിടത്തും മിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റ്സാണ് കണ്ടത്. ചിലയിടത്ത് 60% സക്സസ് റേറ്റ് എന്ന് കണ്ടു, ചിലയിടത്ത് 84 എന്ന് കണ്ടു. പക്ഷെ ഞാൻ കളി കണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ആൾ ഡിഫെൻസീവ്ലി ആൻഡ് ഒഫെൻസീവ്ലി ഏരിയലി ആൾ മോശമില്ല. എന്നാൽ ഭയങ്കര ടോപ്പ് ലെവലാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഹീസ് ഗുഡ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പറയാനുള്ളത് എന്താണ്, അതൊക്കെ തന്നെയാണ് നമുക്ക് ജസ്റ്റ് സ്റ്റാറ്റ് സൈഡ് എന്ന് പറയാനുള്ളത്. പിന്നെ നമ്മൾ കളി കണ്ടാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെന്താ, ആൾ അത്യാവശ്യം പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. ആള് ഓപ്പണൻസ് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ പ്രസ്സിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ശരിക്കും ഡീൻ ഹുയ്സൺ. അത് തന്നെയാണ് ആളെ ഒരു വാല്യുബിൾ അസെറ്റാക്കി മാറ്റുന്നത്. അപ്പം നമ്മൾ ഇറോളുടെ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ അറിയാലോ, ഫസ്റ്റ് ലൈൻ ബ്രേക്ക് ചെയ്യുക, ഒരു കിഡിലൻ ലോങ് ബോൾ പ്ലേ ചെയ്യുക, അങ്ങനെയാണ് അവരുടെ ഗെയിം എപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്. അപ്പം ആളുടെ ഒരു ബോൾ പ്ലേയിങ്, ബോൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ആൾ പാസസ് സ്പ്രേ ചെയ്യുന്നത്, അതൊക്കെ അടിപൊളിയാണ്. അതൊക്കെ ഇനിയിപ്പം ഒരു വേറൊരു ടീമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഈവൻ റയൽ മാഡ്രിഡിലേക്കോ ലിവർപൂളിലേക്കോ ഈവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ ഇനി കൂടത്തേ ഉള്ളൂ. സോ അപാര പൊട്ടൻഷ്യലുള്ള ഒരു സെൻറ്റർ ബാക്കാണ് ശരിക്കും ഡീൻ ഹുയ്സൺ എന്ന് പറയുന്നത്. പിന്നെ ആളുടെ ഡിഫെൻസീവ് ആക്ഷൻസിൽ അല്ലറ ചില്ലറ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി പറ്റും, ഡിഫെൻസീവ് പൊസിഷനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷെ അത് റെഡിയാവും. അത് 19 വയസ്സ് മാത്രമുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഡിഫെൻസീവ് ചില ആക്ഷൻസൊക്കെ എന്താ പറയുക കുറേ കൂടി മെച്യൂർഡായിട്ട് ആൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും റെഡി ആവുന്ന കേസേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ കുറേ സ്കൗട്ടിംഗ് റിപ്പോർട്ട് വായിച്ചപ്പോഴൊക്കെ ആളുടെ ചില സമയത്ത് ഡിഫെൻസീവ് പൊസിഷനിങ് പ്രശ്നമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആളുടെ മോശം പൊസിഷനിങ് കാരണം ചില സമയത്ത് ഓപ്പണൻസിന് സ്പേസ് കിട്ടുന്നതും അങ്ങനെ ഒരു ഷോട്ട് അടിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പ്രായത്തിൻ്റെ പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും റെഡിയാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സോ അതാണ് ഡീൻ ഹുയ്സനെ പറ്റി പറയുമ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു നിർത്താനുള്ളത്. പിന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താണ്, ആൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ തരക്കേടില്ലാത്തൊരു പിടിയും വലിയ നടക്കും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എല്ലാ ടോപ്പ് ക്ലബ്സിനും നല്ല സെൻറ്റർ ബാക്കിനെ വേണം. അപ്പോൾ ഈ ചങ്ങാൻ്റെ കാര്യം എടുക്കുമ്പോൾ ജസ്റ്റ് ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർ മോഡേൺ ഡേ സെൻറ്റർ ബാക്ക്, ഒരു പ്രോപ്പർ ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്ക്, ലോങ് ബോൾസ് കളിക്കാൻ വേണ്ടി പറ്റുന്ന, ലെഗ് ബ്രേക്കിംഗ് പാസസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, പിന്നെ ആൾ നന്നായിട്ട് ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകും. ആ സ്റ്റാറ്റുള്ള പേപ്പർ നിലത്തിട്ടു പോയി. ആൾ നന്നായിട്ട് ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു
പ്ലെയറാണ്. ഭയങ്കര പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. ഓൺ ദ ബോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പിന്നെ ആളെ മുഖത്ത് തന്നെ കണ്ടാൽ അറിയാം. പിന്നെ ആളെ സെലിബ്രേഷനൊക്കെ കണ്ടിട്ടുള്ള ഒരു ചിൽഗൈ സെലിബ്രേഷനാണ്. യെസ്, ആൾ ഗ്രൗണ്ടിൽ ശരിക്കും ഒരു ചിൽഗൈനെ പോലെയാണ്. അടിപൊളിയാണ് ആൾ ഗ്രൗണ്ടിൽ. ആളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും, ആളുടെ ഒരു കോൺഫിഡൻസ്, ആൾ നിൽക്കുന്ന കണ്ടാൽ തന്നെ ഈവൻ കോൺഫിഡൻ്റ് ആണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണ്. അപ്പം അതാണ് ഡീൻ ഹുയ്സനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഫർ പിടിവലി നടക്കും. റിലീസ് ക്ലോസ് 50 മില്യൺ പൗണ്ട്സ് ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ആരെ ആക്ടിവേറ്റ് ചെയ്യും, ആരാദ്യം പേഴ്സണൽ ടൈംസ് എഗ്രി ചെയ്യും? അപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ റയലിൽ വരട്ടെ. എന്തായാലും റയലിൽ നല്ല സെൻട്രൽ ബാക്കിന് ഇവിടെ ആവശ്യമുണ്ട്. പിന്നെ റയലിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റോളസെൻസിയോനായിട്ടുള്ളൊരു കോമ്പിനേഷനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയേക്കും. ആൾ റയലിൽ വന്നില്ലെങ്കിൽ ലിവർപൂളിൽ പോട്ടെ എന്നാണ് പേഴ്സണലി എൻ്റെ ആഗ്രഹം. എനിവേ ലെറ്റ് സി ആളെന്ത് ചൂസ് ചെയ്യും നമുക്ക് നോക്കാം. എനിവേ നെക്സ്റ്റ് സമ്മറിൽ ആൾ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പ്ലെയറെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.